പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ആടിയുലഞ്ഞ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചു. അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. അദാനിയും സംഭലുമെല്ലാം ഉയർത്തി സർക്കാരിനെയും സഭാധ്യക്ഷന്മാരെയും സമ്മർദ്ദത്തിലാക്കിയ ശക്തമായ പ്രതിപക്ഷ നിരയുള്ള സാന്നിധ്യത്തിലായിരുന്നു ശീതകാല സമ്മേളനം സാക്ഷിയായത്. ലോക്സഭ ഇന്ന് 11 മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ ജയ് ഭീം മുദ്രാവാക്യം വിളികൾ ഒറ്റക്കെട്ടായി പ്രതിപക്ഷമുയർത്തി. ബഹളത്തിനിടയിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയെ നിയോഗിക്കുന്ന പ്രമേയം നിയമമന്ത്രി അർജുൻ റാം മെഹ്വാൾ അവതരിപ്പിച്ചു. ലോക്സഭ സംശോധിത കാര്യസൂചി ക്രമ സംഖ്യ 31 पर अंकित प्रस्ताव को मैं आपकी अनुमति से प्रस्तुत करता हूं. धन्यवाद. പ്രതിപക്ഷ ബഹളത്തിൽ 11 മണിക്ക് പിരിഞ്ഞെങ്കിലും 12 മണിക്ക് രാജ്യസഭ വീണ്ടും ചേർന്നു. ലോക്സഭയിൽ പ്രമേയം പാസാക്കിയ വിവരം രാജ്യസഭയെ അറിയിച്ചു. സഭ നിരന്തരം മുടങ്ങുന്നതിലെ അതൃപ്തി രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖഡ് പരസ്യമാക്കി. It is time to choose between meaningful debate and destructive disruption. Our democratic legacy demands we rise above political differences. അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട നോട്ടീസുകൾ സഭയിൽ വായിക്കുന്നതിന് മുമ്പേ മാധ്യമങ്ങൾക്ക് നൽകുന്നതിലെ അതൃപ്തിയും ജഗദീപ് ധൻഖഡ് പങ്കുവച്ചു. 20 ദിവസം നീണ്ട ശീതകാല സമ്മേളനം തുടക്കം മുതൽ ഒടുക്കം വരെ ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു ഇന്ത്യ മുന്നണി. അദാനി വിഷയം നിരന്തരം ഉന്നയിച്ചപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം ഭിന്നിക്കുന്നതാണ് കണ്ടത്. എന്നാൽ അംബേദ്കർ വിരുദ്ധ പരാമർശം പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്തുകയും ഭരണപക്ഷത്തെ തളർത്തുകയുമാണ് ചെയ്തത്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.